നമസ്കാരം. കർണാടകയിലെ മംഗളൂരുവിലുള്ളത്. മംഗളൂരിൽ നിന്നും ഞങ്ങളിന്ന് പുതുച്ചേരി വരെ ഒരു യാത്ര പോവുകയാണ്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4:35 പുതുച്ചേരി വീക്ക്ലി എക്സ്പ്രസ്സിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. നമുക്ക് ഇനി പോകാൻ ഒരുപാട് സമയമുണ്ട്, കാരണം സമയം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതെ, ഞങ്ങൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഭാഗത്തു നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു പിറകു വശത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണല്ലോ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അവസാനിച്ചു, കണ്ടതാ അവിടെ അവസാനിച്ചു. അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ട് 4ഉം 5ഉം പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നുണ്ട്. അതാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. അതിനിപ്പോൾ വൈകാതെ തന്നെ ഓപ്പൺ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വഴിയില്ലേ, ഈ ഒരു കാണുന്ന വഴി, ഇതുവഴി നമുക്കിനി നേരെ നടന്നു പോകാം. കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ, ഒരു 2 മണിക്കൂറിൻ്റെ കൂടുതലുണ്ട് സമയമുണ്ട്. നമ്മുടെ വണ്ടിയൊന്നും ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് കൊണ്ടിടാൻ, അതായത് എന്താ പറയുക, ഷണ്ടിങ് ചെയ്ത് കൊണ്ടിടേണ്ട സമയം ആയിട്ടില്ല. ഇല്ല. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മളെ മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം എന്നാണ് നമ്മുടെ മലയാളത്തിൽ പറയുന്നത്. അതെ. അതുപോലെ തന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അവിടത്തേക്കൊക്കെ പോവാം. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പുറക് ഗേറ്റ്, അതിലൂടെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ കണ്ടത് ഇവിടെ ഇങ്ങനത്തെ റോഡൊക്കെ ഉണ്ട്. നമ്മളിനിയിപ്പോൾ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്ക്. കാരണം ഇതുവഴി പോയാലാണ് നമുക്കിനിയിപ്പം ആ ഒരു മുന്നിലത്തെ ഗേറ്റിൻ്റെ അവിടെ എത്താൻ പറ്റുക. അവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മാംഗ്ലൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ് ഇതാ പുറപ്പെടാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ടൈമായി. അതിൽ നല്ല തിരക്കുണ്ട് ജനറലൊക്കെ. ഇതാ ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാണുന്നത് കോയമ്പത്തൂർ മാംഗ്ലൂർ ഇൻ്റർസിറ്റി. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് നേരെ കാണുന്ന റോഡില്ലേ, അതാണ് ടൗൺ ഭാഗത്തേക്ക്. ഇവിടെ ഇതാ ശ്രീ മുത്തപ്പൻ ടെമ്പിൾ മംഗളൂർ. ഇവിടെ മംഗലാപുരത്തും മുത്തപ്പ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ അൺറിസർവ്ഡും റിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇത് നേരെ കാണുന്ന അതാണ് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം. ഇവിടെയൊക്കെ നല്ല മരങ്ങളായതാ. ഈ സമയത്ത് ആ ഒരു ട്രിവാൻഡ്രം എക്സ്പ്രസ് ഇപ്പം എനിക്ക് തോന്നുന്നത് അത് അവിടെ നിന്ന് എടുത്തു. അതുകൊണ്ട് ഇപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ടല്ലേ. വണ്ടികളൊക്കെ ഏകദേശം പോയല്ലോ. നേരത്തെ മെയിലും ഈ 2 വണ്ടി അടുപ്പിച്ച് പോകുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. മത്സ്യഗന്ധിയും പോകുന്നുണ്ടല്ലോ. മത്സ്യഗന്ധിയും പോകുന്നുണ്ട്. മംഗളൂരു സെൻട്രൽ. ഇവിടെ ഇതാ ഇന്ത്യൻ ഫ്ലാഗ്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം അതിവിടെയാണ്. നല്ല രസമാണ് കാണാൻ. ഈ ഒരു ഈ മംഗളൂരുവിനെ നമ്മളെ മലയാളികൾ കൂടുതലും പറയാറ് മംഗലാപുരം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാസർഗോഡുകാരും കണ്ണൂരും എല്ലാവരും പൊതുവെ മലയാളികൾ മംഗലാപുരം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മംഗലാപുരം എന്നല്ല, മംഗളൂരു എന്നാണ് പറയുന്നത്. മംഗളൂരു എന്നാണ് കന്നഡയിൽ പറയുന്നത്. മംഗളൂരു സെൻട്രൽ, മംഗളൂരു ജംഗ്ഷൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ മംഗളൂരു ആണ് ഒരു യഥാർത്ഥ ഒരു പേര്. ശരിക്കും പറഞ്ഞാൽ മംഗലാപുരം പറയുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. ശീലായി. പിന്നെ വേറെ കുറെ ട്രെയിനുകളിൽ മംഗളൂരു എന്നതിന് പകരം മംഗലാപുരം തന്നെ ഉണ്ട് കേട്ടോ. അത് അനൗൺസ്മെന്റ്, കേരളത്തിലെ അനൗൺസ്മെന്റ് ഒക്കെ മംഗളൂരു എന്നില്ല, മംഗലാപുരം തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറച്ചായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ അകത്തോട്ട് കയറാം. പുറത്തുനിന്ന് ഇപ്പം 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ്. 4ഉം 5ഉം പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. അവിടെ ഒരു ലോക്കോ വന്നിട്ട് ഇത് ഉണ്ടല്ലോ, മാംഗ്ലൂർ കണ്ണൂർ പാസഞ്ചർ സ്പെഷ്യൽ. കാരണം ഇപ്പം എല്ലാം എക്സ്പ്രസ് ആണല്ലോ, കാരണം പാസഞ്ചറൊക്കെ മാറ്റിയല്ലോ. പിന്നെ നമ്മുടെ ഈ മംഗലാപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലത്തെ ആൾക്കാർ കൂടുതലും വരുന്നത് ഇവിടെയാണ്. ഒന്ന് മെയിനായിട്ട് ചികിത്സക്ക് തന്നെയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലേൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. നല്ലതായിട്ടൊരു ആശുപത്രി ഇല്ല, മെഡിക്കൽ കോളേജൊക്കെ ഇവിടെയാണ്. നല്ല മെഡിക്കൽ കോളേജ്. എന്തിനു പറയുന്നു, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് വരിക. അതെ, മംഗലാപുരത്തിനാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇവിടെ എന്താ പറയുക, ഒരുപാട് കോളേജുകളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. രണ്ടുണ്ട്, പഠനത്തിന്റെ ആവശ്യത്തിന് അതുപോലെ തന്നെ ചികിത്സേന്റെ ആവശ്യത്തിന് കൂടിയിട്ട് നമ്മുടെ എന്താ പറയുക മംഗലാപുരത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വണ്ടി ഇപ്പോൾ വരും. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മംഗളൂരു MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ഈ വണ്ടിയുടെ കിടപ്പുണ്ട്. ഇതാ അതിലൊന്നും ഇപ്പോഴേ തുറക്കൂല. അതൊന്നും നമ്മളെ വണ്ടി പുറപ്പെട്ടതിന് ശേഷം ഈ വണ്ടി ഇവിടുന്ന് പുറപ്പെടുള്ളൂ. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲುಗಾಡಿ ಸಂಖ್ಯೆ 1658 ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ಪುದುಚೇರಿ ಎಕ್ಸ್ಪ್ರೆಸ್ 16 ಗಂಟೆ 35 ನಿಮಿಷಗಳು ಪ್ಲಾಟ್ಫಾರ್ಮ್ 3 ಮಾರ್ಗವಾಗಿ ಚಲಿಸಿ ಹೊರಡಲು ಸಿದ್ಧವಾಗಿದೆ. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 1658 मंगलुरु सेंट्रल पुदुचेरी एक्सप्रेस जिसके रवाना होने का निर्धारित समय. ट्रेन नंबर 16858 मंगलुरु सेंट्रल पुदुचेरी वीकली एक्सप्रेस. ഇതാ
മംഗളൂരു സെൻട്രൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് റിവേഴ്സ് ചെയ്ത് വരികയാണ്. പുതുച്ചേരി മംഗലാപുരം. A1 സെക്കൻഡ് AC. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് പുതുച്ചേരി വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ് ആണ്. സ്ലീപ്പർ ക്ലാസ്സിൽ S7. ഈ AC ഒക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ വെയിറ്റ് ലിസ്റ്റ് കാരണമാണ് ബുക്ക് ചെയ്യാതെ തന്നത്. 3rd AC എടുത്താലോ എന്നുണ്ടായിരുന്നു, പക്ഷേ ഹെവി വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് സ്ലീപ്പറിലേക്ക് വന്നത്. സ്ലീപ്പറിൽ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ കോച്ച് ഏകദേശം ഇവിടെ തന്നെയാണ് വരിക. നല്ല ആഡാണല്ലോ ഇതാ. S4 ആയി. S5 ഇതാ ഈ കോച്ച് കഴിഞ്ഞോടെ ഉള്ളത്. ഇതല്ല, ഇത് 6. ഇത് ഈ വരുന്നത് ആണ് നമുക്ക് പുതുച്ചേരി വരെ പോകാനുള്ള കോച്ച്. 2005 നിർമ്മിച്ച കോച്ചായത്. ഇനിയിപ്പം കുറച്ച് അങ്ങോട്ട് കിടക്കാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതാ S7. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് കയറാൻ വൈകാതെ തന്നെ. ആരും കയറിയിട്ടില്ല, ആദ്യമായിട്ട് നമുക്ക് തന്നെ കയറാം. നമ്മളെ ബെർത്ത് വരുന്നത് ഇത് ഇവിടെ തന്നെയാണ്. 67-70 2 അപ്പർ ബെർത്ത് ഇവിടെ തന്നെ, അതായത് ഡോറിൻ്റെ ഇവിടെ തന്നെ. അതായത് ഈ ലൈറ്റ് കണ്ടിട്ട് കിടന്നുറങ്ങാം. ഈ മുകളിൽ കിടക്കുന്ന ഒരാൾക്ക് രാത്രി കിടന്ന സമയത്ത് മൊത്തം കണ്ണിലേക്ക് അടിച്ചു കയറുന്നത് ആര് ഇവിടെ കിടക്കുന്നത്? ഞാൻ ഇവിടെ. നീ കിടന്നാ മതി. അയ്യോ, ഇവിടെ സൈഡ് ലോവറിൻ്റെ അടുത്തേക്ക് വന്ന 2 ചാർജിങ് സോക്കറ്റാണ്. എന്താ, ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് അവിടെയുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഇവിടത്തോട്ട് വന്നാൽ, നമ്മുടെ ഇവിടത്തോട്ട് വന്നാൽ ഇവിടെ നല്ലൊരു മിറർ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് സോക്കറ്റിൻ്റെ അതുപോലെ തന്നെ ഇവിടെ 2 ചാർജിങ് സോക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി. നല്ല വൃത്തിയില്ല, നല്ല ബെർത്തുകൾ തന്നെയാണ്. നല്ല നീറ്റാണ് വണ്ടി. ഇനി നമുക്ക് ഈ ഒരു വണ്ടീനൊക്കെ കുറിച്ച് നമുക്ക് പറയാം. നമ്മൾ ഇന്ന് പോകുന്ന വണ്ടി ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമല്ല വണ്ടിയാണ്. ഈ വണ്ടി ട്രിച്ച് വഴിയാണ് പുതുച്ചേരിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മംഗലാപുരത്ത് നിന്ന് പുതുച്ചേരിയിലേക്ക് വേറൊരു ട്രെയിൻ കൂടി ഉണ്ട്. ഞങ്ങൾ ഒരു 6 മാസം മുന്നേ അതിൽ AC 3rd AC ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളിയാഴ്ചയാണ്. ഇത് ഞായറാഴ്ച, അത് വെള്ളിയാഴ്ച. അങ്ങനെയാണ് അതിൻ്റെ ഓടുന്ന ദിവസം പറയുന്നത്. ആ വണ്ടി പോകുന്നത്, നമ്മൾ പോകുന്നത് തിരുച്ചിറപ്പള്ളി വഴിയല്ല പോകുന്നത്, അത് സേലം വഴിയാണ് പോകുന്നത്. അതിന് 3 തവണ ലോക്കോ റിവേഴ്സ് ഉണ്ട് ആ വണ്ടി. ഇതിന് 2 തവണ തിരുച്ചിറപ്പള്ളിയിലും ഒന്ന് വിഴുപുരത്തും. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് വരുന്നത് WP4 ആണ്. അറക്കോണത്തിന്റെ ഇവിടെ എല്ലാം സെറ്റാണ്. മംഗളൂരു സെൻട്രൽ എന്നുള്ളൊരു നെയിം ബോർഡ് ഇവിടെ ഉണ്ട്. ട്രെയിനിൽ ലേറ്റൊക്കെ വന്നിട്ടാ, ഫാനൊക്കെ ഓണായി. പിന്നെ നമ്മൾ ഈ ഒരു പുതുച്ചേരി എക്സ്പ്രസ്സിൽ 2 ആഴ്ച മുന്നേ ടിക്കറ്റ് എടുത്തത്. ഒരു 75ഓളം സ്ലീപ്പർ അവൈലബിൾ ഉണ്ടാകുമ്പോൾ എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3rd AC എടുക്കണമെന്നായിരുന്നു ആദ്യം ഉണ്ടായത്, പക്ഷേ വെയിറ്റ് ലിസ്റ്റ് ഞാൻ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ പ്രിഫറൻസ് കൊടുത്ത് 2 അപ്പർ ബർത്ത് തന്നെ എടുത്തു. പക്ഷെ കിട്ടിയത് ഇവിടെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത് കൺഫേം ആയ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും നമ്മൾ എടുക്കേണ്ടായിരുന്നു. കാരണം വീണ്ടും നല്ല പൈസ അധികം പോകും. വെയിറ്റ് ലിസ്റ്റിലും RS ഒക്കെ ആണെങ്കിൽ പിന്നെ 60 രൂപയെ പിടിക്കുള്ളൂ. ഇത് അതിൽ കൂടുതൽ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കൺഫേം ക്യാൻസൽ ചെയ്യാതെ തന്നെ ഇതിൽ തന്നെ പോകാൻ കരുതി. ഇതിന് ഞങ്ങൾക്ക് ഇവിടുന്ന് മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുതുച്ചേരി വരെ 440 രൂപയാണ്. അത് ഈ ട്രെയിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വണ്ടിക്ക് അടുത്ത സ്റ്റോപ്പിന് കാസർഗോഡാണ്. കാസർഗോഡ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ, അതായത് പയ്യന്നൂരോ കാഞ്ഞങ്ങാടോ അവിടെ നിന്ന് സ്റ്റോപ്പില്ല. നമ്മുടെ മറ്റേ വണ്ടി വെള്ളിയാഴ്ച പുറപ്പെടുന്ന വണ്ടിക്കാണെങ്കിൽ അവിടേക്ക് സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ ഈ 2 വണ്ടികൾക്കും എവിടെ സ്റ്റോപ്പ് ഉണ്ട്? മാഹിയിൽ സ്റ്റോപ്പ് ഉണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ മാഹിന്റെ അവരുടെ എന്താ പറയുക കേന്ദ്രഭരണ പ്രദേശം, അതിന്റെ ക്യാപിറ്റൽ ആണല്ലോ പുതുച്ചേരി. അതെ, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു നമ്മുടെ മംഗളൂരു പുതുച്ചേരി എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് ടോട്ടല് 3 ജനറൽ ക്ലാസ് ഉണ്ട്, അൺറിസർവ്ഡ് കോച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറിലേക്ക് വരുവാണെങ്കിൽ 10 എണ്ണം ഉണ്ട്. 3rd AC 2 എണ്ണം ഉള്ളത്, ഒരു സെക്കൻഡ് AC, പിന്നെ ഫസ്റ്റ് AC ഈ ഒരു വണ്ടിക്കില്ല. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് 4:35 തന്നെ നമ്മുടെ പുതുച്ചേരി വീക്ക്ലി എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. മംഗളൂരു സെൻട്രൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അത് 4:55 ഈ കാണുന്നത് മാവേലി എക്സ്പ്രസ് ആയത്, മംഗളൂരു ട്രിവാൻഡ്രം. വളഞ്ഞു വരുന്നുണ്ട്.
കുറച്ച് പോയാൽ തന്നെ നേത്രാവതി റിവറിലെത്തും. ട്രെയിനിപ്പം നേത്രാവതി ക്യാബിൻ കഴിയണം, ആ റിവർ കഴിയണം ശരിക്കും പറഞ്ഞാൽ സ്പീഡ് എടുക്കണമെങ്കിൽ. നേത്രാവതി ക്യാബിൻ ഈ കാണുന്ന ലൈനില്ലേ, ഇത് മംഗളൂരു ജംഗ്ഷൻ, ഉടുപ്പി, മഡ്ഗാവ് ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ലൈനാണിത്, നമ്മുടെ കൊങ്കൺ റൂട്ട്. ഈ തൊട്ട് മുന്നിൽ നേത്രാവതി റിവർ. റോഡ് നാഷണൽ ഹൈവേ ആണത്, അങ്ങ് അതിലൂടെ പോകുന്നതാണ്. നല്ല കാറ്റുണ്ടാവും കേട്ടോ. നേത്രാവതി റിവറിൽ നല്ല വെള്ളമുള്ളത്. അങ്ങ് അവിടെ ബോട്ട്. എന്റെ ദൈവമേ, വണ്ടിക്ക് എന്തൊരു വൈബ്രേഷൻ. നവിയെല്ലാം കിടന്ന് പിടക്കുന്ന അവിടുന്ന് നോക്കിയാ, എന്തൊരു വൈബ്രേഷൻ അല്ലേ. മൊത്തത്തില് വണ്ടി സ്പീഡിൽ കയറുമ്പോൾ തന്നെ അതീയൊരു ഉത്കൃഷ്ട കോച്ചിലുള്ള ഒരു പ്രശ്നമാണ്, ഭയങ്കര വൈബ്രേഷനാ. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടതാ. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 5:14 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ്. ഇനി കാഞ്ഞങ്ങാട്, നീലേശ്വരം, പയ്യന്നൂർ ഇവിടെയൊന്നും സ്റ്റോപ്പില്ല, കണ്ണൂർ മാത്രം. ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനില്ലേ, മുമ്പൊന്നും ആർക്കും അങ്ങനെ അറിയുന്നുണ്ടായില്ല. ആ വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാവരും അറിയാൻ തുടങ്ങിയത്. അത് വന്ദേ ഭാരത് വന്ന ശേഷമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയാലും കാസർഗോഡ് എന്ന് പെട്ടെന്ന് എന്താ പറയുക മനസ്സിൽ കിട്ടും. ആ വന്ദേ ഭാരത് വന്നുകൊണ്ട് ആ ഒരു സ്റ്റേഷൻ, കാസർഗോഡ് സ്റ്റേഷൻ എല്ലായിടത്തും എന്താ പറയുക ഫേമസ് ആയി. ചന്ദ്രഗിരി പുഴ, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇതാ ഇപ്പൊ ഒരു ടണല് വരും, വലിയ ടണലൊന്നല്ല, ചെറിയ ടണല്. ട്രെയിൻ ഇപ്പൊ കാഞ്ഞങ്ങാട് എത്തി, സ്റ്റോപ്പില്ല, ഇത് നടുക്ക് കൂടെയാ പോകുന്നത്. സ്ലോ ആയി വണ്ടി, നല്ല നേരത്തെ നല്ല പോക്കുണ്ട്. ഇനി അടുത്തത് നീലേശ്വരം. നിൽക്കുമോ ഇവിടെ?
ട്രെയിൻ ഇതാ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ നിൽക്കുമോ നമുക്ക് നോക്കാം. ഇതിങ്ങനെ മെല്ലെ മെല്ലെ പോയി ചെന്നൈ സൂപ്പർ ഫാസ്റ്റിനെ കയറ്റി വിടാനുള്ള ഒരു ഇതാണോ അറിയില്ല. പയ്യന്നൂരെത്തി. അന്ന് മറ്റേ പുതുച്ചേരി വീക്ക്ലി എക്സ്പ്രസ് പോകുന്ന സമയത്ത് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇതിപ്പം മെല്ലെ മെല്ലെ പോകുന്നത്. ഇപ്പോൾ ഇപ്പോൾ നേരത്തെ നീലച്ചരം കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ സ്ലോ ആയിട്ടാണ് വരുന്നത് വണ്ടി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സമയം 6:05 ഇല്ല, നിർത്തിയില്ല, വണ്ടി എടുത്തു ഈ ഒരു സ്പീഡിൽ. ഇപ്പോൾ ഒരു വണ്ടി വരും, കൊച്ചുവേളി ലോകമാനത്തിലായി ഗരീബ് രഥ്. സമയം കറക്റ്റ് 6:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ നല്ല ഇരുട്ട് വന്നു. പരശുറാം എക്സ്പ്രസ് നാഗർകോവിൽ ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ. ഇപ്പം നമ്മുടെ ബെർത്തിൻ്റെ താഴെയുള്ള മിഡിലും ലോവറൊക്കെ കയറാനുള്ളത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് പുതുച്ചേരി തന്നെയാണ്. ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. എന്തായാലും ഇവിടെ തന്നെ കയറും. സമയം ഇപ്പോൾ 6:52 തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് തലശ്ശേരിയിലും മാഹിയിലും സ്റ്റോപ്പുണ്ട്. ട്രെയിൻ ഇപ്പം മാഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:05. കാരണം ഈ വണ്ടിക്ക് മാഹിയിൽ സ്റ്റോപ്പുണ്ട്. മാഹിയിൽ നിർത്താതെ ഈ വണ്ടി പിന്നെ എവിടെ കൊണ്ട് നിർത്തണം? കാരണം ഈ പുതുച്ചേരിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ പറയുന്ന മാഹി. കേരളത്തിലെ കണ്ണൂരിൻ്റെയും കോഴിക്കോട് ജില്ലേൻ്റെ ഇടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി പുതുച്ചേരിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങൾ പുതുച്ചേരിൻ്റെ ഭാഗം വരുവാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ യാനം, അതുപോലെ തമിഴ്നാട്ടിലെ കാരക്കൽ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് അവരുടെ ക്യാപിറ്റലാണല്ലോ പുതുച്ചേരി. അങ്ങോട്ടേക്ക് പോകേണ്ടവർക്കൊക്കെ ഈ ട്രെയിനിൽ പോവാം. ഇവിടെ 2 മിനിറ്റ് വണ്ടിക്ക് ഹോൾട്ട് ഉള്ളൂ. മാഹിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിനുള്ളത് കോഴിക്കോട്. അതിനിടയിൽ വടകരയിലോ കൊയിലാണ്ടിയിലോ എവിടെയും സ്റ്റോപ്പില്ല. മയ്യഴി മാഹി. സമയം ഇപ്പോൾ 8 മണിയായി. കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ പോകുക 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ്, കാലിക്കറ്റ്. ഇപ്പം പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നവർ മെല്ലെ മെല്ലെ പോകുള്ളൂ. കോഴിക്കോട് നെയിം ബോർഡ് ഉള്ളത് ഇവിടെയല്ല, അങ്ങതെ അവിടെയാണ്. ഇത് ഇവിടെയാണ് നെയിം ബോർഡ്. നല്ലൊരു കർവിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇത് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ശരിക്ക്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് രാത്രിക്ക് ഇനിയിപ്പോൾ കഴിക്കേണ്ട ഭക്ഷണമൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് വിട്ടതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു 5 മിനിറ്റോളം എന്തായാലും വണ്ടി നിൽക്കും. 5 മിനിറ്റിന് മുകളിൽ തന്നെ ഇവിടെ കോഴിക്കോട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരൂരാണ്. ആ വഴി പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. കാലിക്കറ്റ് നിന്നും വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഇതാണ്. ഇതിപ്പോൾ പാഴ്സൽ കവറാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ്. അമ്മ രാവിലെ തന്നെ ആക്കി തന്നെയാണ്. ചപ്പാത്തിയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഒരാൾക്ക് 5 ചപ്പാത്തി വീതം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ എനിക്കുള്ളത് കൊണ്ട് ഇതുപോലെ നവീനുള്ളതുണ്ട്. ഇതാ ഇവിടെ ചിക്കൻ ഫ്രൈ.
ചിക്കൻ ഫ്രൈ നമുക്ക് പൊട്ടിച്ചെടുക്കുക. കാരണം ഇതൊന്നും ട്രെയിനിലൊക്കെ നിങ്ങൾ ദീർഘയാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈയും അതുപോലെ ചപ്പാത്തിയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കുറച്ച് നല്ലൊരു ഒരു സമയം അത് നിൽക്കും. വേറെ മസാലയൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുന്ന ഏറ്റവും നല്ലതല്ലേ? അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ ആദ്യം കൊണ്ടുവരാം. പിന്നെ ട്രെയിനിലത്തെ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാമല്ലോ. അതെ അതെ. പിന്നെ തിരൂർ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയാം. ട്രെയിൻ ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ഒരു ഭാഗത്ത് പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് അറിയാമല്ലോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെയാണുള്ളത്. മൊത്തം ഇരുട്ടാണ്. പിന്നെ ഇനി ഈ ഒരു ടൈമിൽ ഇവിടെ വന്ദേ ഭാരത് എത്തേണ്ട ടൈമായി. അതായത് നമ്മുടെ ട്രിവാൻഡ്രം കാസർഗോഡ് വന്ദേ ഭാരത്, ഓറഞ്ച് വന്ദേ ഭാരത് ഇല്ലേ, അതിന്റെ അപ്ഡേഷൻ നോക്കിയ സമയത്ത് സമയമായി 8:52 എത്തേണ്ടതാണ്. അതിപ്പോ പട്ടാമ്പി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഓൺ ടൈം തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് രണ്ടുപേരും ഓൺ ടൈം ആണെങ്കിൽ കാണായിരുന്നു വിചാരിച്ചത്. ഭാഗ്യമില്ല. കറക്റ്റ് 9 മണി. ഈ ഒരു ഭാഗത്തൊന്നും വലിയ ലേറ്റ് ഒന്നും ഇല്ല. ഇവിടെ ഒരു 2 ലൈറ്റ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഷൊർണൂർ. ഇവിടെ ഒരു നെയിം ബോർഡ് വരാനുണ്ട്. ട്രെയിൻ ഇപ്പോൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ. കാരണം ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഈ ഒരു ട്രാക്കില്ലേ, ഈ ഒരു ട്രാക്ക് അവിടെ ഗ്രീൻ സിഗ്നലാണ്. മംഗളൂരിൽ നിന്ന് നമ്മൾ കണ്ട ഒരു സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, ആ വണ്ടി ഇപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. അത് വരുന്നുണ്ട്. അതന്നെ അവനാ ചാൻസ്. വളഞ്ഞ് വരുന്നതാ. അതെ, മംഗളൂരു ചെന്നൈ സെൻട്രൽ സൂപ്പർ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഷൊർണൂർ എത്തും. ഈ അപ്പർ ബർത്തിൽ ഈ അറ്റത്ത് കിട്ടിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ലൈറ്റിൻ്റെയാണ്. ഈ ലൈറ്റൊക്കെ നമുക്ക് ഓഫാക്കാം. അങ്ങ് അവിടെ കാണുന്ന ആ ലൈറ്റ് ഇല്ലേ, അത് ഓഫാവുകയില്ല. ഈ അറ്റത്ത് കിട്ടിയവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ശരിക്കും ഇന്ന് പെടുന്നത് ഞാനാണ്. നവീന് പിന്നെയും പ്രശ്നമില്ല. ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9:35 എത്തേണ്ട ട്രെയിൻ 10:15 ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് ഡിലേ. ഷൊർണൂർ ജംഗ്ഷൻ. ട്രെയിൻ അങ്ങ് കൊണ്ടുപോയി നിർത്തുള്ളൂ. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 16858 मंगलापुरम पुदुचेरी एक्सप्रेस ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം ക്രമാങ്ക് 4 पर खड़ी है. യെസ്, കേരളത്തിലെ നിലവിലത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂരിൽ ഇതാ നമ്മുടെ വണ്ടി വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ പാലക്കാട് വഴി അങ്ങനെയാണ് നേരെ പോകുന്നത്. ഇനിയിപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 10:15 കഴിഞ്ഞല്ലോ. നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങാം അല്ലേ? പാലക്കാട് എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചു. പക്ഷെ പാലക്കാട് എത്താൻ വണ്ടി വൈകും. കാരണം ഓൾറെഡി വണ്ടി 40 മിനിറ്റ് ഡിലേ ആണ്. പിന്നെ അതുപോലെ തന്നെ മനു പറഞ്ഞു പാലക്കാട് കോയമ്പത്തൂർ ഈ റോഡ് കരൂർ തിരുച്ചിറപ്പള്ളി വഴിയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. നമുക്ക് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ലോക്കൽ റിവേഴ്സ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. രാവിലെ 5 മണി ആയതുകൊണ്ട് നമുക്കൊരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങിയിരിക്കാമല്ലോ അവന്. തീർച്ചയായും. അപ്പം ഇന്ന് രാത്രിക്ക് എനിക്ക് കിടന്നുറങ്ങുകയാണ്. ഭയങ്കര വൈബ്രേഷനാണ് വണ്ടിയിൽ. അതെ, ആ കിടക്കുമ്പോൾ ഇങ്ങനെ തന്നെ കുലുങ്ങുന്നുണ്ട് വണ്ടി. വേറെ കാര്യമുണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങാം. എൻ്റെ അവസ്ഥ നീ ആലോചിച്ച് നോക്കിയാൽ ലേറ്റ് അടിച്ചിട്ട്. ഇല്ല, കുഴപ്പമില്ല. ഒരുപാട് അവൈലബിൾ ഉണ്ടായാലും നമ്മൾ ബുക്ക് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ തന്നെ. ഇന്ന് രാത്രി കിടന്നുറങ്ങാം, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7 മണിയായി. അരിയല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റ് വണ്ടിക്ക് ഡിലേ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ്. വെയിലൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഒരു മൂടുമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. മഴക്കാർ തന്നെയാണ് ഇത്. ഈ ഒരു ഭാഗത്തേക്ക് മുഴുവനും മഴക്കാർ തന്നെയാണ്. പിന്നെ വണ്ടി ഇന്നലെ രാത്രി നല്ല സ്പീഡായിരുന്നു. ഭയങ്കര വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ രാത്രിക്ക് തന്നെ. അതെ, നമ്മൾ തിരുച്ചിറപ്പള്ളി വിട്ട സമയത്താണ് അറിഞ്ഞത് തന്നെ. ഇതേ ഗാർഡ് അവിടെ നിന്ന് വിസിലടിച്ചു. യെസ്, അവിടെ സിഗ്നൽ കിട്ടി. അരിയല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായില്ലോ. എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്.
എന്തൊരു കാമാണ്, ഒരു ശബ്ദവും ഇല്ല. അവിടെ അരിയല്ലൂർ എന്നുള്ളൊരു നെയിം ബോർഡ്. ക്രൗഡേ ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ. അടുത്തത് വൃദ്ധാചലം റെയിൽവേ സ്റ്റേഷനാണ്. സമയം ഇപ്പോൾ 7:41. വൃദ്ധാചലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ടി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്ത് 2 പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവിടെ. ഇതാ പിന്നെ ഈ ഒരു വൃദ്ധാചലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മംഗളൂരു നിന്ന് വെള്ളിയാഴ്ച പുറപ്പെടുന്ന പുതുച്ചേരി എക്സ്പ്രസ് ഇല്ലേ, അത് വൃദ്ധാചലം വരും. പിന്നെ ഇവിടുന്ന് നേരെ 2ഉം വില്ലുപുരം വഴിയാണ് നേരെ പോകുന്നത്. അതായത് മറ്റേ വണ്ടി സേലം വഴിയാണ് വരുന്ന, സ്ഥലത്ത് നേരെ വൃദ്ധാചലത്തേക്ക് വരും. പിന്നെ ഇനിയിപ്പോൾ 92 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന പുതുച്ചേരി പോകാൻ. അതിനിടയിൽ വിഴുപ്പുരം മാത്രമാണ് സ്റ്റോപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വണ്ടിക്ക് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇതിലൂടെ ഒരു ലൈൻ വരുന്ന കാണുന്നില്ലേ, അത് മയിലാടുതുറയിലേക്ക് ഇല്ല ലൈനാണ്. അതായത് ട്രിച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ചോളൻ എക്സ്പ്രസ് ഒക്കെ വരുന്നത് ഈ ഒരു ലൈൻ വഴിയാണ്. പിന്നെ നേരെ വിഴുപ്പുറത്ത് നേരെ ചെങ്കൽപ്പെട്ട് വഴി നേരെ ചെന്നൈയിലോട്ട് പോകും. അതുവഴി നേരെ തഞ്ചാവൂരൊക്കെ പോകുന്നില്ലേ. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് കാണുന്നില്ലേ, WP4. ഇതിനിപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ലോക്കോമോട്ടീവ് ആണ്. കാരണം ഇവിടുന്ന് നേരത്തെ പറഞ്ഞല്ലോ ലോക്കോ റിവേഴ്സിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി അവിടെ എത്തിയ ശേഷം ഇത് വരും ഇവിടുന്ന് നേരെ ഇവിടെ സ്റ്റേഷനായി. ഇനി ഇവിടുന്ന് പുതുച്ചേരിയിലേക്ക് പോകേണ്ടത് ഈ ഒരു വഴിയാണ്. ഇവിടെ 8:55 എത്തേണ്ട വണ്ടിയാണ്, ഇപ്പോൾ 8:30 എത്തി. എന്നിട്ട് ഇവിടുന്ന് 9:05 എടുക്കുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം ഇവിടെ നിൽക്കും, അരമണിക്കൂറിന് മുകളിൽ. വിഴുപ്പുറം ജംഗ്ഷൻ. ഇവിടെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടെ ഈ ഒരു വണ്ടി ഏകദേശം ഇങ്ങനെ തന്നെയാണ്, ബിഫോർ ടൈമിന് തന്നെ എത്താറ്. കാരണം ഇതിന് ഒരുപാട് സ്ലാക്ക് ടൈമിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേക്ക് ഷെയറിങ്ങിൻ്റെ കാര്യം പറയാൻ പറ്റും. ഈ വണ്ടി മറ്റൊരു വണ്ടി റേക്ക് ഷെയർ ഉണ്ട്. മറ്റൊരു വീക്കിലി ആയിട്ട് വേറൊരു വണ്ടി പോകുന്നുണ്ടല്ലോ, എല്ലായിടത്തും നിർത്തി പയ്യന്നൂരും കാഞ്ഞങ്ങാടൊക്കെ നിർത്തി പോകുന്ന വണ്ടി. ആ വണ്ടിയായിട്ട് ഈ വണ്ടിക്ക് റേക്ക് ഷെയറിങ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അത് വ്യാഴാഴ്ച ഈ പറഞ്ഞ പുതുച്ചേരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വിടും, 4:45 വിടും. അത് വെള്ളിയാഴ്ച രാവിലെ മംഗലാപുരത്തും. അതേ വെള്ളിയാഴ്ച അന്ന് തന്നെ 4:35 പുതുച്ചേരിക്ക് തിരിക്കും. പുതുച്ചേരിയിൽ ശനിയാഴ്ച രാവിലെ എത്തും. ഈ വണ്ടി ശനിയാഴ്ച പുതുച്ചേരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് തിരിക്കും. ഞായറാഴ്ച ഇന്ന് നമ്മൾ വന്ന പോലെ ഇന്നല്ല ഞായറാഴ്ച കയറിയില്ല. അപ്പോൾ അതേപോലെ അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത്, അതിൻ്റെ റെക്ക് ഷെയറിങ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോക്കോ എവിടെ മിക്കവാറും ആ നേരത്തെ കാണിച്ച ലോക്കോ ഇല്ലേ, അത് അവിടത്തേക്ക് വരുന്നുണ്ടാവും, കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം, ഒരുപാട് സമയം ഉണ്ടല്ലോ. അതെ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നത്. നല്ല രസമുണ്ടല്ലേ, റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ്. നേരത്തെ അവിടുന്ന് കാണിച്ച ആ ഒരു ലോക്കോ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് ഇതൊന്ന് കപ്പിൾ ചെയ്ത് നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അവിടത്തോട്ട് തന്നെ പോവാം. ഇവിടുന്ന് 2 സമൂസ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കുണ്ട് നവീനുണ്ട്. ബാക്കി പുതുച്ചേരി എത്തിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. വണ്ടി ഇവിടുന്ന് എടുത്തിട്ടില്ല, കാരണം ഇനിയും ടൈമുണ്ട്. വിഴുപ്പുറം ജംഗ്ഷൻ ഇത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് 5 റൂട്ട് പോകുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ വന്ന ട്രിച്ചി റൂട്ട്, ഇവിടെ തന്നെ നേരെ ഡയറക്റ്റ് ചെന്നൈയിലോട്ട് പോകും. പിന്നെ നേരത്തെ കാണിച്ച നമ്മുടെ മയിലാടുതുറ റൂട്ട്, പിന്നെ തിരുവണ്ണാമലയിലേക്ക് റൂട്ട് പോകുന്നുണ്ട്. പിന്നെയാണ് ഇനിയിപ്പോൾ നേരെ അവസാനം നമ്മളിപ്പോൾ പോകുന്ന പുതുച്ചേരി റൂട്ട്. 5 റൂട്ട് പോകുന്നുണ്ട്. ഇത് ജംഗ്ഷൻ വലിയ റെയിൽവേ സ്റ്റേഷനായി. വലിയൊരു ഒരുപാട് ഡയറക്ഷനുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ പുതുച്ചേരിക്ക് ഇനി എന്താ പറയുക, അടുത്ത സ്റ്റോപ്പ് പുതുച്ചേരി ആണ് നമ്മുടെ വണ്ടിയുടെ. 37 കിലോമീറ്ററേ പോകാനുള്ളൂ. നല്ല നെൽപ്പാടാണിത്. എന്തൊരു പച്ചപ്പാ നോക്കിയതാ, അയ്യോ. മംഗളൂരിൽ നിന്നും 864 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പുതുച്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 10:15 എത്തേണ്ട ട്രെയിൻ 9:40 എത്തി, ബിഫോർ ടൈം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ വന്നത്. പുതുച്ചേരി
പുതുച്ചേരി ട്രെയിൻ ഇറങ്ങി. ഇത് കണ്ടോ ഇവിടെ ഇതാ പുതുച്ചേരി മംഗലാപുരം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മംഗലാപുരം എന്ന ട്രെയിനിൽ നിന്ന് ഇങ്ങനെയൊന്നും എഴുതിയില്ല. പുതുച്ചേരി എക്സ്പ്രസ്സിന് എഴുതിയിട്ടുണ്ട് മംഗലാപുരം. മംഗളൂരു എന്നാണല്ലോ പറയേണ്ടത്. ഇനിയിപ്പം നേരെ പുറത്തേക്ക് ഇറങ്ങാം. എല്ലാവരും ഇറങ്ങി, നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയത് പുതുച്ചേരി. പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ സ്റ്റേഷൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അന്ന് വന്നപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. നേരെ ടൗൺ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവാം. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പുതുച്ചേരിയിലേക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണ്. ശരിക്കും പറഞ്ഞാൽ 2 ട്രെയിനാണ് മെയിനായിട്ടുള്ളത്. രണ്ടിലും വരെ ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പുകൾ കുറവാണ്, കുറച്ച് എന്താ പറയുക കിലോമീറ്റർ കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ 864 കിലോമീറ്റർ ഇത് വരുമ്പോൾ മറ്റേ ട്രെയിൻ 798 കിലോമീറ്റർ വരുന്നുള്ളൂ. പക്ഷേ രണ്ടും അവിടുന്ന് പുറപ്പെടുന്ന സമയം ഇവിടെ എത്തുന്നത് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, പുതുച്ചേരിയിലേക്കുള്ള ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.